ദി ജനീവ കൺവെൻഷൻ, ഹ്യൂമാനിറ്റേറിയൻ ലോസ് ഓഫ് വാർ, ഇവയെല്ലാം പരിശോധിച്ചാൽ ഒരുപക്ഷെ 7-ാം നൂറ്റാണ്ടിൽ ആ വ്യക്തിയുടെ വാക്കുകൾ ടൈം ട്രാവൽ ചെയ്തതായി നമുക്ക് തോന്നിയേക്കാം. പറഞ്ഞു വരുന്നത് ഫിക്ഷണൽ കഥാപാത്രത്തെക്കുറിച്ചല്ല. ഇന്ന് നുഴഞ്ഞുകയറ്റക്കാരും അഭയാർത്ഥികളുമായ ഒരു കൂട്ടർ അവരുടെ വേദഗ്രന്ഥം അടിസ്ഥാനമാക്കി ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു എന്ന വാദവുമായി ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി യുദ്ധങ്ങൾ നടത്തുമ്പോഴും, ജനസൈഡുകൾ നടത്തുമ്പോഴും 1400 വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിൽ തൻ്റെ ശത്രുവിനോട് ഒരു അറിവ് പകർന്നു തന്നാൽ നിന്നെ മോചിതനാക്കാമെന്ന ലോകത്തിൻ്റെ അന്തിമ പ്രവാചകന്റെ യുദ്ധത്തിലെ കൽപ്പനകൾ നാം അറിയേണ്ടതും സ്മരിക്കേണ്ടതുമാണ്. പലസ്തീനിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരുടെ അടിവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഇസ്രായേലി സൈനികരുടെ ചിത്രങ്ങൾ നാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ നമ്മോട് കൽപ്പിക്കുന്നു, യുദ്ധത്തിൽ നിങ്ങൾ സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധരോടും മൃഗങ്ങളോടും കരുണ കാണിക്കുക എന്ന്. ഇന്ന് ഇന്ത്യ പാക് തമ്മിലുള്ള LOC എഗ്രിമെൻറ്റ്, യുക്രൈൻ റഷ്യ തമ്മിലുള്ള മിൻസ് എഗ്രിമെൻറ്റ്, ഇവയെല്ലാം ലംഘിക്കപ്പെടുമ്പോൾ പ്രവാചകൻ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു കരാറും ലംഘിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഹെക്ടർ കണക്കിന് ഭൂമികൾ യുദ്ധത്താൽ കത്തി നശിക്കുമ്പോൾ പ്രവാചകൻ നമ്മോട് കൽപ്പിക്കുന്നു, ഒരു വൃക്ഷത്തെ പോലും നാം നശിപ്പിക്കരുത്, യുദ്ധത്തിൽ കൃഷിയിടങ്ങൾക്ക് തീ കൊടുക്കരുത് എന്ന്. അദ്ദേഹം നടത്തിയ ഒരു യുദ്ധം പോലും മതത്തിനായോ രാജ്യങ്ങൾ കീഴടക്കുന്നതിനായോ ആയിരുന്നില്ല. He fought every battles in the name of justice when oppression had no other choice for a peaceful solution.